ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം നടക്കുന്നത് 2009 നവംബർ 8 ചെങ്ങന്നൂരിലെ ചെറിയനാട് തുരുത്തിമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ഭാസ്കരക്കാരനവർ എന്ന് പറയുന്നൊരു പ്രവാസി ഉണ്ടായിരുന്നു. ദീർഘകാലം പ്രവാസിയാണ്. ഇപ്പോഴും നാട്ടിൽ വന്നിട്ട് വിശ്രമ ജീവിതത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. ഈ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത കൃത്യത്തിന് മുന്നേ ഒരു ചായ നിർബന്ധമാണ്. എന്നും ഈ വേലക്കാരിയാണ് ആ ചായ കൊണ്ടു കൊടുക്കുന്നത്. ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പത്രമൊക്കെ നോക്കാൻ തുടങ്ങുകയുള്ളൂ. അങ്ങനെ അന്നും രാവിലെ 6 മണിക്ക് ചായ കൊണ്ടുപോയ വേലക്കാരി ഞെട്ടിപ്പോയി. അതായത് വേലക്കാരിയുടെ കരച്ചിൽ കേട്ടാണ് മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന മരുമകൾ ഷെറിനും അതുപോലെ തന്നെ പുറത്തുള്ള ഡ്രൈവറൊക്കെ ഓടി വരുന്നത്. എല്ലാവരും കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാസ്കരക്കാരനവർ അവിടെ തറയിൽ വീണ് കിടക്കുകയാണ്. അതുമാത്രവുമല്ല, ഈ മുളക് പൊടി മൊത്തം വിതറിയിട്ടുണ്ട് റൂം മുഴുവൻ. അപ്പോൾ തന്നെ ഈ ഡ്രൈവർക്ക് മനസ്സിലായി ഇവിടെ ഒരു കളവ് നടന്നിരിക്കുന്നു. ഷെറിൻ അങ്ങനെ അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ലാപ്ടോപ്പില്ല, അതുപോലെ തന്നെ 3 മൊബൈലില്ല, ഭാസ്കരക്കാരനവരുടെ മാലയില്ല, 8000 രൂപയില്ല, ഇതൊന്നും കാണുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നു. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരണവേസ് വില്ല, അതായത് കാരണവരുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനിബിഡമായി എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണവർ നാട്ടിലെ ഒരു കണ്ണിലുണ്ണി തന്നെയാണ്. എല്ലാവരെയും സഹായിക്കും. ആരുടെ വിവാഹമുണ്ടെങ്കിലും, ഒരു പാവപ്പെട്ടവൻ്റെ വിവാഹമുണ്ടെങ്കിൽ നല്ല രീതിയിൽ സഹായിക്കും. അങ്ങനെ പൊതുവായിട്ട് എല്ലാവർക്കും നല്ല സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ കാരണവർ. അതുകൊണ്ട് തന്നെ കാരണവർക്ക് ശത്രുക്കൾ ആരുമില്ല. അങ്ങനെ പോലീസിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം കഴിഞ്ഞു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേലക്കാരിയെയും അതുപോലെ ഈ ഡ്രൈവറെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൊരു സംശയം പോലീസിനുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്ത് നിന്നുള്ള പിന്നെ എന്താ പറയേണ്ടത് ആൾക്ക് സഹായം ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞതാണ്, ഭാസ്കരക്കാരനവർ ഞങ്ങൾക്ക് ദൈവമാണ്, അദ്ദേഹമാണ് ഞങ്ങളുടെ എല്ലാ കാര്യവും നോക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെയാണെന്ന് ഡ്രൈവർ പറഞ്ഞു, അതുപോലെ വേലക്കാരിയും പറഞ്ഞു. ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല എന്ന് രണ്ടുപേരും പറഞ്ഞു. പക്ഷേ ഈ പിന്നെ വേലക്കാരി ചെറിയൊരു സൂചന കൊടുത്തു. അതായത് മിക്ക സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ വരുമ്പോഴേ ഈ ഡോറ് പിന്നെ ഈ ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഇതിങ്ങനെ ഓപ്പൺ ആയിരിക്കും. ആരാണ് ഓപ്പൺ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാനിത് പല പ്രാവശ്യം ഞാൻ ഷെറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷെറിൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ മറന്നുപോയതാണ്, ഇല്ലെങ്കിൽ അത് പപ്പ മറന്നുപോയതായിരിക്കും എന്നൊക്കെയാണ് ഷെറിൻ പറയാറ്. ഡ്രൈവർ പറഞ്ഞു, സാറേ ഞാൻ പലപ്പോഴും ഈ പിന്നെ ഉറക്ക ഗുളിക ഈ ഷെറിൻ മേഡത്തിന് വാങ്ങി കൊടുക്കാറുണ്ടെന്ന് ഡ്രൈവറും പറഞ്ഞു. അത് രണ്ടെന്ന് പറഞ്ഞാൽ പോലീസുകാർ അവിടെ നോട്ട് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പോയിട്ട് അതൊന്നും ചോദിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലല്ല. അതായത് ഒരാൾ മരിച്ചു കിടക്കുകയാണ്, അതുമാത്രമല്ല അവരൊരു പ്രത്യേക ദുഃഖത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇപ്പോഴും ചോദിക്കേണ്ട എന്ന് പോലീസുകാർക്ക് തോന്നി. അങ്ങനെ ഈ ഭാസ്കരക്കാരനവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പോലീസിൻ്റെ അന്വേഷണം ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. പോലീസുകാർ ആദ്യം തന്നെ ആ ഒരു ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പോലീസിന് ചെറിയൊരു സൂചന കിട്ടി. അതായത് പിന്നെ മുന്നിൽ തന്നെ താമസിക്കുന്ന ഒരാൾ പറഞ്ഞു, 7-ാം തീയതി രാത്രി 12 മണിക്ക് ഞാൻ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റപ്പോൾ ഒരു കാർ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. 3 പേര് ആ കാറിലുണ്ടായിരുന്നു. അപ്പോഴേ അവരോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പെട്രോൾ കഴിഞ്ഞു, കോട്ടയത്തിന് പോകേണ്ടതാണ്, ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്, അതിന് കാത്തിരിക്കുകയാണെന്നാണ് ഈ 3 പേര് പറഞ്ഞത്. അതിൽ 2 പേര് കാറിലും ഒരാൾ പുറത്തുമാണ് ഉണ്ടായിരുന്നത്. അയാൾ ഭാസ്കരക്കാരനവരുടെ വീട്ടിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ നോക്കുമ്പോൾ എന്നാണ് ഈ അയൽവാസി പറഞ്ഞത്. ഏതായാലും വേറെ പിന്നെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അധികം ചോദിച്ചില്ല, ഞാൻ പോയി കിടക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഈ 3 പേരെയും പോലീസ് അവിടെ നോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളെ ചോദ്യം ചെയ്യുകയാണ്. കാരണം എന്താ വെച്ചാൽ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയണമല്ലോ. അതിന് ബന്ധുക്കളെ എല്ലാവരെയും ചോദ്യം ചെയ്യുമ്പോഴേ ഒരു പെങ്ങൾ പറഞ്ഞു, അതായത് ഭാസ്കരക്കാരനവരുടെ സഹോദരി പറഞ്ഞു, ഈ കാരണവരും ഷെറിനും തമ്മിൽ അത്ര ചേർച്ചയിലല്ല, അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സൂചന കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേ ഈ ഷെറിൻ ഭാസ്കരക്കാരനവരെ അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണടയുടെ ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ട് അദ്ദേഹത്തിന് മൂക്കിന് മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് സഹോദരി പറയുകയാണ്. ഏതായാലും പിന്നെ ഇതെന്താ ഇങ്ങനെ അടിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോഴേ ഈ സഹോദരി പറഞ്ഞു, അതായത് ഷെറിന് ഈ വിവാഹം ഇഷ്ടമല്ലായിരുന്നു, പൈസക്ക് വേണ്ടി മാത്രമാണ് ഈ ഷെറിൻ ഈ വിവാഹം കഴിച്ചത് എന്ന് ഈ സഹോദരി പോലീസിനോട് പറയുകയാണ്. അതായത് ഈ ഭാസ്കരക്കാരനവരും ഭാര്യയും 35 വർഷത്തോളമായിട്ട് ന്യൂയോർക്കിലായിരുന്നു ജോലി. രണ്ടുപേരും അവിടെ തന്നെയായിരുന്നു, മക്കളൊക്കെ അവിടെ തന്നെയായിരുന്നു. പക്ഷേ ഇളയ മകൻ ഇവർക്കൊരു ദുഃഖം തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ്.
അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ദുഃഖം ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് നാട്ടിൽ നിന്നും ഒരു പാവപ്പെട്ട ഒരു പെണ്ണിനെ വേണം, എല്ലാ സഹായവും ഇവർ ചെയ്യും, പഠിപ്പിക്കുക വരെ ചെയ്യും, അങ്ങനെയൊക്കെയുള്ളൊരു പെണ്ണിനെ വേണം. അങ്ങനെ ആകുമ്പോഴേ ഞങ്ങളുടെ മകനെ നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് പത്തനാപുരം സ്വദേശിനിയായ ഈ ഷെറിനിലേക്ക് ആലോചന പോകുന്നത്. ഷെറിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിതാപകരമായ വീടാണ്. ദാരിദ്ര്യമായിരുന്നു അവരുടെ വീട്ടിൽ, ശരിക്കും പഠിപ്പിക്കാൻ പോലും പൈസയില്ല, കടം കയറി മുടിഞ്ഞ ഒരു വീട്. അങ്ങനെ അവിടെ എത്തി ഈ ആലോചന മുന്നോട്ട് വെച്ചപ്പോൾ അവർ ഈ ഷെറിന് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, എനിക്കൊരു വീട് വേണം എൻ്റെ അച്ഛനും അമ്മക്കും, അതുപോലെ തന്നെ ഞങ്ങളുടെ കടങ്ങൾ വീട്ടണം, പിന്നെ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വേണം. ഈ 3 കാര്യങ്ങളാണ് ഷെറിൻ അന്ന് പറഞ്ഞത്. ഏതായാലും അങ്ങനെ ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കല്യാണം 2001 നടക്കുകയാണ്. ഒരു 2 വർഷത്തിന് ശേഷം അവർക്കൊരു കുഞ്ഞുമുണ്ടായി, ഐശ്വര്യ എന്ന് പറയുന്ന ഒരു മകളുമുണ്ടായി. അതിനുശേഷം ഈ പിന്നെ അച്ഛനും അമ്മയും കൂടിയിട്ട് ഇവരെ രണ്ടുപേരെയും ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി. ഷെറിനാണെങ്കിൽ അവിടെ ഒരു കമ്പനിയിൽ ജോലിയും കിട്ടി. ഈ ജോലി കിട്ടിയപ്പോൾ മുതൽ ഷെറിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി. അതായത് ഷെറിൻ പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളും കണ്ട ഷെറിനല്ല, അവിടെ പലരുടെയും കൂടെ ചുറ്റിയടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബന്ധങ്ങളും പല ആൾക്കാരുമായിട്ടുണ്ടായി എന്നുള്ളതാണ്. അതായത് ബിനുവിനെ നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി, ഭർത്താവിനെ. ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ കാരണവർക്കും അതുപോലെ ഭാര്യയ്ക്കും ഭയങ്കര വിഷമമായി. എന്താണെന്ന് വെച്ച് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ മരുമകൾ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്, ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നുള്ള ഇതിൽ. പക്ഷെ അവരെല്ലാം സഹിക്കുകയായിരുന്നു. കാരണം എന്തെങ്കിലും നന്നാവും ഓർത്തിട്ട് എല്ലാം സഹിച്ചിരുന്നു. പക്ഷേ ഇതിൽ മനനൊന്ത് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കാരണവരുടെ ഭാര്യ ശാന്തി ഒരു ദിവസം മരിച്ചുപോയി അവിടുന്ന്. ആ മരണശേഷം എന്ന് പറഞ്ഞാൽ കാരണവർക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അതുമാത്രവുമല്ല, ഷെറിൻ്റെ പേരിൽ ഒരു വലിയ കേസും കൂടി വന്നു. ഈ ഷെറിൻ അവിടെയുള്ള ഒരു കമ്പനിയിൽ, അതായത് ജോലി ചെയ്യുന്ന കമ്പനിയിലും മോഷണത്തിൽ പിടിക്കപ്പെടുകയും അത് പോലീസ് കേസൊക്കെ ആയി. അത് പിന്നീട് ഒത്തുതീർക്കേണ്ടി വന്നു. ഇത് മലയാളികളുടെ ഇടയിലൊക്കെ ഒരു ചർച്ചയായപ്പോൾ കാരണവർക്കൊരു നാണക്കേടായി. അങ്ങനെയാണ് ഈ ഷെറിനെയും പേരക്കുട്ടിയെയും ബിനുവിനെയും മകനെയും കൊണ്ട് കാരണവർ നാട്ടിലേക്ക് വരുന്നത്, നാട്ടിൽ വന്ന് താമസം തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴും ഷെറിൻ്റെ സ്വഭാവം ഭയങ്കര മോശമായിരുന്നു. അതായത് അനാവശ്യമായിട്ട് പണം ചെലവാക്കാൻ തുടങ്ങിയപ്പോൾ കാരണവർ ചോദ്യം ചെയ്തപ്പോൾ കാരണവരോട് പറഞ്ഞു, നീ നിൻ്റെ പണിയെടുക്കടാ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, നിൻ്റെ മോനെ നോക്കാൻ വേണമെങ്കിൽ വേറെ ആളെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കാരണവർ എന്തോരം ചൂടായി കഴിഞ്ഞാലും ഉപദ്രവം മുഴുവൻ ഈ മകനാണ്. അതും എല്ലാം സഹിച്ച് കാരണവർ നിന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഈ കാരണവർ ഈ ഷെറിൻ കയറി അടിക്കുക കൂടി ചെയ്തത്. അടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണവർ ഈ ഷെറിൻ്റെ സ്വഭാവം ശരിയല്ല, ഷെറിന് പലതരത്തിലുള്ള കൂട്ടുകെട്ടും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴേ ഈ വിൽപ്പത്രം കംപ്ലീറ്റ് പൊളിച്ച് എഴുതുകയാണ്. അതായത് ഷെറിന് 1 രൂപയുടെ പോലും സ്വത്തിന് അവകാശം ഈ കാരണവർ വിൽപ്പത്രത്തിൽ കൊടുക്കുന്നില്ല. ഇതറിഞ്ഞ ഷെറിന ഈ പിന്നെ കാരണവരെ ഇടിച്ച്, അതായത് നല്ല രീതിയിൽ മർദ്ദിച്ചു എന്നാണ് ഈ സഹോദരി പറഞ്ഞത്. ഏതായാലും പോലീസ് പിന്നെ ഈ ഷെറിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഷെറിൻ്റെ ഈ ലാപ്പും അതുപോലെ തന്നെ മൊബൈലൊക്കെ പിടിച്ചെടുത്തു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സൈബർ സെല്ലിൽ കൊടുത്ത് അത് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഷെറിന് ഈ ഓർക്കൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട്. അതിലുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചാറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. അതുപോലെ ഈ പിന്നെ ഫോൺ വിളി വന്നത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷന്മാരുടേതാണ്. അതിൽ ബാസിത്ത് അലി എന്ന് പറയുന്ന ഒരുത്തൻ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട്. അന്ന് രാത്രിയും ഈ ബാസിത്ത് അലി എന്ന് പറയുന്ന ഒരുത്തൻ വിളിച്ചിട്ടുണ്ട്. അന്ന് 12 മണിവരെ ഷെറിന് കോള് വന്നിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. ഏതായാലും ഈ ബാസിത്ത് അലി ആരാണെന്ന് പോലീസ് ചോദിക്കുകയാണ് പിന്നെ ഈ ഷെറിനോട്. അപ്പോൾ ഷെറിൻ പറഞ്ഞു, അത് പിന്നെ ഇതേപോലെ എൻ്റെ സുഹൃത്താണ്, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, എൻ്റെ പാർട്ട്ണറാണ്, എനിക്ക് ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചപ്പോൾ പോലീസിനോട് തന്നെ പറയുകയാണ് നോട്ട് ഇരട്ടിപ്പാണെന്ന്. അതന്നെ ഒരു തട്ടിപ്പല്ലേ. അങ്ങനെ എന്ത് ചോദിച്ചാൽ പോലീസ് നേരെ ഈ ഷെറിനെ കസ്റ്റഡിയിലെടുത്ത് നല്ല രീതിയിൽ പെരുമാറി. അവിടുന്ന് നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ഒരുപാട് ഭീഷണിപ്പെടുത്തി. അതായത് ഞാൻ ആരാണെന്നറിയില്ല, ഞാൻ തൻ്റെ തൊപ്പി തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വരെ ഭീഷണിപ്പെടുത്തേണ്ട ഒരിത് വന്നു ഷെറിന് എന്നുള്ളതാണ്. അങ്ങനെ ഈ പിന്നെ കാരണവർ വധക്കേസിൽ മരുമകളായ ഷെറിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത നാട് മുഴുവൻ പരന്നു എന്നുള്ളതാണ്. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് പലതരത്തിലുള്ള കഥകളാണ് പറയാനുണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഷെറിനെ അവിടെ കണ്ടു, ഷെറിനെ ഇവിടെ കണ്ടു, അതുപോലെ ഇവിടെ പല ആൾക്കാരും വരുന്നതും പോകുന്നതും കാണാറുണ്ട് എന്നുള്ള തരത്തിലായി പിന്നീട്
പിന്നീട് വാർത്തകൾ മുഴുവൻ. അതുപോലെ തന്നെ ഈ പിന്നെ ഡ്രൈവർ കൊണ്ടു കൊടുക്കുന്ന മയക്കുഗുളിക ഈ പിന്നെ ഇവർക്ക്, അതായത് ഈ പട്ടിക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആര് വന്നു കഴിഞ്ഞാലും പട്ടി കുരക്കത്തില്ല. പിന്നെന്ന് പറഞ്ഞ് ഈ കാരണവർക്കും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കാരണവറും നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ ഭക്ഷണത്തിൽ എല്ലാവർക്കും കൊടുക്കാറുണ്ട് എന്നാണ് പിന്നീട് കിട്ടിയ അറിവ് എന്നുള്ളതാണ്. അങ്ങനെ ഷെറിനെ ചോദ്യം ചെയ്തപ്പോൾ ഷെറിൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് ഇതിൽ ബാസിത്ത് അലി എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് ഷെറിന് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. പല രാത്രികളിലും ഈ ബാസിത്ത് അലി അവിടെ എത്താറുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പട്ടി കുരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മയക്കുഗുളിക ഇത് ഭക്ഷണത്തിൽ പൊടിച്ചിട്ട് പട്ടിക്ക് കൊടുക്കും. അതുപോലെ തന്നെ കുറച്ച് കാരണവർക്കും കൊടുക്കും. എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ പുലരുന്നത് വരെ ഈ ബാസിത്തും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷെറിനും തമ്മിലുള്ള ലീലാവിലാസങ്ങളാണ് പിന്നീട്. അതായത് ഇവരെ തമ്മിൽ പിന്നീട് ഇവർക്ക് തോന്നി നമുക്ക് ഏതായാലും ഒരുമിച്ച് ജീവിക്കാം, എത്ര നാളാണ് ഇങ്ങനെ ഒളിച്ചിട്ടും പതുങ്ങിയിട്ടും വരിക. അങ്ങനെ ഒരു ദിവസം ഈ ബാസിത്തിനോട് പറയുകയാണ്, ബാസിത്തെ ഇതേപോലെ ഒരു പ്രശ്നമുണ്ട്. അതായത് എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം മാറ്റി എഴുതി നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ സ്വത്ത് വേണ്ടേ, സ്വത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയും അങ്ങനെ ബാസിത്ത് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം, ഈ കാരണവരങ്ങ് തീർത്ത് കളയാമെന്ന് പറയുന്നു. അങ്ങനെ ഈ ബാസിത്ത് 2 കൂട്ടാളികളാണ്, അതായത് ഷാനൂർ റഷീദും അതുപോലെ തന്നെ നിതിൻ എന്ന് പറയുന്ന വ്യക്തികളെയും കൊണ്ട് 2 പേരെയും കൊണ്ട് 7-ാം തീയതി രാത്രി 11:30 മണിയോട് കൂടിയിട്ട് ആ വീട്ടിൻ്റെ മുന്നിലെത്തി. ഇവരെ 2 പേരെയും കാറിൽ ഇരുത്തിയിട്ട് ഈ ഭാസ്കരക്കാരനവരുടെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ ഒരാൾ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റതും ഇവരെ കണ്ട് നിങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചതും. പതറിപ്പോയ ബാസിത്ത് പെട്ടെന്ന് പറഞ്ഞതാണ് ഒരു ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന്, കോട്ടയത്തിന് പോകേണ്ടതാണെന്നും. അങ്ങനെ ഈ പിന്നെ ഇതൊക്കെ പറയുമ്പോഴേക്കും ബാസിത്തിനെ അന്വേഷിക്കാൻ തുടങ്ങി പോലീസ്. അങ്ങനെ ബാസിത്ത് ഇവിടെ ബാംഗ്ലൂരിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ എത്തുമ്പോഴേക്കും അവിടെ നിന്നും ബാസിത്തും അതുപോലെ തന്നെ മറ്റു 2 പേരും മുങ്ങിയിരുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 3-ാം തീയതി കൊല്ലൂരിൽ വെച്ചിട്ടാണ് ഈ 3 പേരെയും അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 3 പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് എന്ന് പറഞ്ഞ് ഇവരെ 3 പേരെയും ചോദ്യം ചെയ്തു. അങ്ങനെ ഈ ഷെറിൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് ബാസിത്ത് പറയുകയാണ്. അപ്പോൾ ഷെറിൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നും നാടുവിടാം, അതായത് ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ചിട്ട് നാടുവിടാം എന്ന് തന്നെയായിരുന്നു. അങ്ങനെ ബാസിത്ത് അന്ന് രാത്രി പിന്നെ അവിടത്തേക്ക് കയറുന്നു. കൂടെ 2 പേരും കൂടി കയറുകയാണ്. അവരെ 2 പേരെയും ഹാളിൽ ഇരുത്തിയതിന് ശേഷവും ബാസിത്തും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഷെറിനും കൂടി പോയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. അതായത് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഷെറിനും ബാസിത്തും പിന്നീട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് തന്നെയായിരിക്കുമല്ലോ. അതിനുശേഷമാണ് ബാസിത്ത് നേരെ കാരണവരുടെ മുറിയിലേക്ക് പോകുന്നു. കാരണവർ അർദ്ധമയക്കത്തിൽ തന്നെയാണ്, കാരണം അദ്ദേഹത്തിന് മരുന്ന് കലക്കിയ ഭക്ഷണമാണ് കൊടുത്തത്, ഉറക്കഗുളിക കലക്കിയ ഭക്ഷണം. അതുകൊണ്ട് തന്നെ അർദ്ധമയക്കത്തിൽ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാസ്കരക്കാരനവർ പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ക്ലോറോഫോം ഇവർ മണപ്പിച്ചു. പക്ഷേ അത് മണപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഭാസ്കരക്കാരനവർ പ്രതികരിച്ചു. 3 പേരും ചേർന്നിട്ട് അങ്ങനെ കഴുത്തി ഞെരിച്ചിട്ടാണ് ഈ മനുഷ്യനെ കൊല്ലുന്നത് എന്നുള്ളതാണ്. കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ മുളക് പൊടി എടുത്തു കൊടുത്തത് ഷെറിനാണ്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈലും എല്ലാം കൊണ്ടുപോയിക്കോളൂ, അലമാരയിലെ പൈസ തൊടാൻ വിട്ടിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ രസപ്പെടുന്നത്. ഈ സംഭവം മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അതാണ് പോലീസിന് ഏറ്റവും വലിയൊരു സംശയം തോന്നിയതും. അതായത് ഒരു കള്ളം വന്നിട്ടാണെങ്കിൽ അലമാര തുറന്ന് നല്ല രീതിയിൽ മോഷ്ടിച്ചിട്ടാണ് പോവുക. ഇത് അലമാരയൊന്നും തുറന്നിട്ടുമില്ല, ഈ കാണുന്ന ഐറ്റംസ് മാത്രമേ കള്ളം കൊണ്ടുപോയിട്ടുള്ളൂ. അതുകൊണ്ട് പോലീസിന് സംശയം ചെറുങ്ങനെ ഉണ്ടായിരുന്നു, ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയത് എന്ന്. അങ്ങനെ ഏതായാലും ഈ ഷെറിൻ്റെ പേരിലുള്ള പിന്നീടുള്ള ഒരുപാട് തട്ടിപ്പുകൾ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങി. അതായത് സീരിയൽ നടനായ ഷിജു ഖാനെ വരെ ഈ ഷെറിൻ പിന്നെ പറ്റിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ കല്യാണം കഴിച്ചതാണെങ്കിലും എനിക്ക് മക്കളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷിജു ഖാനെ പറ്റിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഷിജു ഖാനെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഷിജു ഖാന് കൊടുത്തത്. പിന്നീട് ഷിജു ഖാൻ തൻ്റെ ഇതിൽ വരുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് മാത്രം ഷിജു ഖാന് ആ ഒരു 5 ലക്ഷം രൂപ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഭീഷണിപ്പെടുത്തലും ഉണ്ടായി എന്നുള്ളതാണ്. ഷിജു വരെ ഈ ഒരു കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷിയായിരുന്നു. അങ്ങനെ ഏതായാലും കോടതിയിൽ പിന്നെ എത്തിയ കേസ് 2010 വിധി പറയുന്നത്. ജൂൺ 11-ാം തീയതിയാണ് വിധി പറയുന്നത്. ആ വിധിയിൽ എന്ന് പറയുന്നത് ഷെറിന് 3 ജീവപര്യന്തമാണ്, ബാസിത്തിന് 2 ജീവപര്യന്തം, മറ്റ് 2 പേർക്കും തന്നെ ഓരോ ജീവപര്യന്തം. അങ്ങനെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ജയിലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പരിഗണന കിട്ടി. അതായത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം,
പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നുമ്പോഴെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകും. അവിടെ തുന്നലാണ്, പക്ഷെ അത് തോന്നുമ്പോൾ മാത്രമേ ചെയ്യുകയുള്ളൂ. അതുപോലെ ജയിലിലുള്ള എല്ലാവരെയും ഭീഷണിപ്പെടുത്തലാണ്. തടവുകാരെയൊക്കെ എന്ന് പറഞ്ഞാൽ അടിമയാക്കി വെച്ചിരിക്കുകയാണ് ഷെറിന് തോന്നുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പരോള് കിട്ടുന്നു. അങ്ങനെ ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിമർശനമുണ്ടായി, ഭയങ്കര വാർത്തയായി. ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് പുറത്തിറങ്ങാണ്ട് നിൽക്കുകയാണ്. അതായത് പിന്നെ ഏകദേശം 2 വർഷത്തോളം ഈ ഒരു കാലയളവിൽ 2 വർഷത്തോളം തന്നെ പരോള് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഷെറിന്. അങ്ങനെ ഈ പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ഷെറിനെ സ്വീകരിക്കാൻ വരുന്നത് ആഡംബര കാറുകളാണ്. അതായത് ഷെറിൻ നല്ല രീതിയിലുള്ള പണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഭാസ്കരക്കാരനെ ഇവിടെ എടുക്കുന്ന നല്ല രീതിയിൽ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.